Hi everyone, it's me Rahul. Welcome to my Internet Facts, my YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത എന്തായിരുന്നു നമ്മുടെ മാർക്കറ്റ് പ്ലാൻ, എന്തായിരുന്നു നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ എന്നൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് ഇതിനെ സെല്ല് ചെയ്യാം. താഴെ വന്നിട്ട് ബൈ ചെയ്യാം. മുകളിൽ നിന്ന് ആരും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈങ് പൊസിഷനിൽ പോകരുത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് ഇതിനെ സെല്ല് ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാൻ പോകരുത് അല്ലേ. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ബൈ ചെയ്യാൻ പോകരുത്, മാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒന്ന് സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിമ്പിളായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി, അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു 5 മിനിറ്റ്സിൽ. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ആ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും FEG ഫില്ല് ചെയ്തു, താഴോട്ട് വീണു. ഓക്കെ, ഈ FEG ഫില്ല് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീണു. ഓക്കെ, ഇതായിരുന്നു മാർക്കറ്റിൽ ഇന്നത്തെ സിമ്പിൾ 2 എൻട്രി ഉണ്ടായിരുന്നു. ഒന്ന് ഇതൊരു എൻട്രി ആയിരുന്നു, ഇതൊരു മറ്റൊരു എൻട്രി ആയിരുന്നു. 2 സിമ്പിൾ എൻട്രി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പെട്ടെന്ന് പോയി നോക്കാം എന്താണ് നാളത്തെ മാർക്കറ്റ് അനാലിസിസ് എന്ന്. സോ ഞാൻ അപ്പം ഇതെല്ലാം കളയുന്നുണ്ട്, ഇതെല്ലാം മാറ്റുന്നുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. 50 മിനിറ്റ്സിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡോജി ക്യാൻഡിൽ അല്ല, ഇതൊരു ഡോജി ക്യാൻഡിലാണ്, അതായത് ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 60% ബയർ ആൻഡ് ഒരു 40% 60% സെല്ലർ ആൻഡ് ഒരു 40% ബയർ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ ഡേ ക്യാൻഡിൽ. സോ നമുക്ക് നാളെ നമ്മുടെ ബൈങ് ആണോ സെല്ലിംഗ് ആണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്ന് വെക്കുക. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് നാളെ ഉണ്ടാകുന്നത് വെക്കുക. സോ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നാളെ എക്സ്പയറി ഡേയും കൂടെയാണ്. സോ ഇതൊക്കെ നമ്മുടെ എന്താണ് ബൈയിങ് സോൺസ് ആണ്. ഇതെല്ലാം നമ്മുടെ എന്താണ് ബൈയിങ് സോൺസ് ആണ്. സോ 24,000 ഈ റേഞ്ചിൽ മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ നാളെ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ രാവിലെ വെയിറ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ എടുക്കുന്നവർ വെയിറ്റ് ചെയ്യുക. ആദ്യം തന്നെ പോയി ട്രേഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. ഒന്ന് നമ്മുടെ 24,000 ഈ ഏരിയയിൽ നിന്ന് ബൈ ഉണ്ട്. അതെല്ലാം കുറച്ചുകൂടെ താഴോട്ട് വരികയാണെങ്കിലും നമുക്ക് മുകളിലോട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. സോ നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഏരിയ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാം, താഴോട്ട് വന്നിട്ട് നമ്മൾ മുകളിലോട്ടുള്ള ട്രേഡ് ചെയ്യുക, അതായത് ബൈ ട്രേഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് ചെയ്യുക ബൈ. ഓക്കെ, 24,000 ഇതൊക്കെ നമ്മൾക്ക് ഇതും ഈ ഡാറ്റയിൽ ഞാൻ കാണിച്ചു തരുന്നതും രണ്ടും ബൈ സോണാണ്. ഓക്കെ, സോ ഇതൊരു ബൈയിങ് ഏരിയ ആണ് ഇതൊരു ബൈയിങ് ഏരിയ ആണ്. അതല്ല, ഇതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാലും ഇതും നമ്മുടെ ബൈയിങ് ഏരിയ ആണ്. സോ ബൈയിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈയിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക. അതല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 5 മിനിറ്റ്സ് ഇട്ട് കാണിച്ചു തരാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ടു അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിനെ വീണ്ടും സെല്ല് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റിൻ്റെ മേജർ എന്താണ് സപ്ലൈ സോൺ. ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ മേജർ സപ്ലൈ സോൺ. സോ ബട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്, അത് ഞാൻ വരയ്ക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്. സോ ഈ FEG നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുക. FEG ഓക്കെ. സോ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് നമുക്ക് ഒരു സെല്ലിങ് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് സെല്ല് ചെയ്യാം. എവിടെ വരെ സെല്ല് ചെയ്യാം, ഡേ ലോ വരെ. ഓക്കെ, ഡേ ലോ വരെ സെല്ലിങ് ഉള്ളൂ, കാരണം നമ്മൾ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. സോ നമുക്ക് ഇനി ഇവിടുന്ന് മുകളിലോട്ടാണ് സ്പേസ് ഉള്ളത്. താഴോട്ട് ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്നൊക്കെ ബൈങ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്നെല്ലാം കിട്ടുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്താൽ മതി. ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഡയറക്ഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ആ സൈഡിലോട്ട് ട്രേഡ് ചെയ്യുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഒബ്വിയസ്ലി ബൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ബൈയിങ് സോണാണ്. ഇതെല്ലാം നമ്മുടെ ബൈയിങ് സോണാണ്. ഓക്കെ,
ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇതൊരു ബൈങ് സോൺ ആണ്, ഇതൊരു ബൈങ് സോൺ ആണ്. സോ 2 ബൈങ് സോൺ ഉണ്ട് താഴെ. ഒന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആൻഡ് എഫിജി ഉണ്ട് ഇവിടെ, ആൻഡ് നമ്മുടെ എന്നിട്ട് നമ്മുടെ 24,000 ഡിമാൻഡ് സോണും ഇവിടെ വരുന്നുണ്ട്. സോ ഇത് രണ്ടും നമ്മുടെ ബൈ സോണാണ്. സോ ഇവിടുന്ന് ബൈ ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വീണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സെല്ല് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ട്രേഡ് ബൈയിലോട്ട് പോവുക. ഓക്കെ, സോ ഇന്നലെ വീഡിയോ കണ്ട് അതേപോലെ മനസ്സിലാക്കി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പ്രോഫിറ്റ് ആയിരുന്നു. കാരണം നമ്മൾ എന്താണോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്ന അതേപോലെയാണ് പ്ലേ ഔട്ട് ആകാറുള്ളത്. ഇന്നലെയും സെയിം അത് തന്നെയാണ് പ്ലേ ഔട്ട് ആയിട്ടുള്ളത്. സോ അത് നോക്കി ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതല്ല ഒരു ഇമോഷൻ്റെ ബേസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വെറുതെ ഒരു മാർക്കറ്റ് മുകളിലോട്ട് ഒരിക്കലും മാർക്കറ്റിൻ്റെ ഒരു ഹൈ പ്രൈസിൽ നിന്ന് മാർക്കറ്റിനെ ബൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നോർമലി ഒരു നോളജ് ഇല്ലാത്ത ഒരു റീറ്റെയിൽ ട്രേഡർ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്, അല്ലെങ്കിൽ മുകളിലോട്ട് 2 ഗ്രീൻ കാനിൽ കാണുമ്പം ബൈ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഓൾവേസ് ചെയ്യേണ്ടത് ഹയർ പ്രൈസിൽ മാർക്കറ്റിനെ സെല്ല് ചെയ്യുക, ലോവർ പ്രൈസിൽ മാർക്കറ്റിനെ ബൈ ചെയ്യുക. സോ മാർക്കറ്റ് റേഞ്ച് ബേസ്ഡ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ലോവർ പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാം, ഹയർ പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ ഈ മേജറായിട്ടുള്ള സപ്ലൈസ് ഓൺ മാർക്കറ്റ് എടുക്കട്ടെ, അപ്പോൾ അതൊരു ട്രേഡിംഗ് ആണ്, അതൊരു ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്. സോ ഇപ്പോൾ ഒരു മേജറായിട്ടുള്ള സപ്ലൈസ് ഓൺ മാർക്കറ്റ് എടുക്കുന്നില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ കിടന്നിട്ടും അപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മേജറായിട്ടുള്ളൊരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യട്ടെ, അപ്പോൾ സെല്ല് ചെയ്യാം. ബട്ട് ഈ ഒരു സിനാരിയോയിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് ആൻഡ് ബൈ ഓൺ ദ ഡീപ്പ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇത് നമ്മുടെ സെൽ സോൺ, ഈ ഏരിയയൊക്കെ സെൽ സോൺ ആണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ സെല്ലാണ്. താഴെയാണെങ്കിൽ താഴെ ഇത് ഏരിയ എല്ലാം നമ്മുടെ ബൈ ആണ്. ഓക്കെ, നാളെ എക്സ്പയറി ഡേ ആണ്. സോ ആഫ്റ്റർ 3 PM ആഫ്റ്റർ എക്സ്പയറി 0 to ഹീറോ മൂവ് ഉണ്ടാവും. അതായത് ലാസ്റ്റത്തെ ഒരു 1 hour 245 ആയ റേഞ്ചിൽ. സോ അപ്പോൾ ഒന്നുമില്ല, സിമ്പിൾ ഓപ്ഷൻ ചെയിൻ എടുക്കുക. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ. ഓക്കെ, നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുക. എവിടെയാണോ കോൾ റേറ്റിംഗ് ആണോ പുട്ട് റേറ്റിംഗ് ആണോ കൂടുതൽ നോക്കുക. ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് OI ഇൻക്രീസ് ചെയ്യുന്നത് നോക്കുക. സോ ഒരു 24,000 ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ട്രേഡ് അപ്പ് സൈഡിലോട്ടായിരിക്കും. മുകളിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ട്രേഡ് ഡൗൺ സൈഡിലോട്ടായിരിക്കും. മോസ്റ്റ് കോമൺ ഐ തിങ്ക് അപ്പ് സൈഡിലോട്ടായിരിക്കും ലാസ്റ്റ് അവറിലെ ട്രേഡിംഗ് ഉണ്ടാവുക. റിസ്കി ട്രേഡ് ആണെന്ന് നോക്കി ചെയ്യുക. കോമൺ ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ ഈ സാധനം തന്നെ ചെയ്യുക. സോ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചയക്കുറവുണ്ടെങ്കിൽ നാളത്തെ എക്സ്പയറി എടുക്കരുത്, ഈ ആഴ്ചത്തെ എക്സ്പയറി എടുക്കാതെ നെക്സ്റ്റ് വീക്കിൽ എക്സ്പയറി എടുത്തിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം. നമുക്ക് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ മാർക്കറ്റിനെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇന്നത്തെ പ്ലാൻ, നാളത്തെ പ്ലാൻ, ട്രേഡിംഗ് പ്ലാൻ. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. ബൈ, ഗുഡ് നൈറ്റ്.